ഇറാനെതിരെ സ്വീകരിക്കേണ്ട നടപടി സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കാതെ US ഭരണകൂടം വലിയ പ്രതിസന്ധി അനുഭവിക്കുകയാണ്. കടുത്ത അഭിപ്രായ ഭിന്നത ഇക്കാര്യത്തിൽ തുടരുന്നതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇപ്പോൾ CNN ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിനിടെ ചർച്ചയ്ക്ക് വീണ്ടും തയ്യാറാകാൻ ആവശ്യപ്പെട്ട് അമേരിക്കയുടെ സന്ദേശം ലഭിച്ചതായിട്ട് ഇപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയെ വിശ്വാസമില്ല എങ്കിലും നയതന്ത്ര നീക്കത്തോട് എതിർപ്പില്ല എന്നാണ് ഇറാന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം. ഹോർമുസ് നിയന്ത്രണം ഇങ്ങനെ തുടരുന്നത് US സമ്പദ്ഘടനയെ കൂടുതൽ തളർത്തും എന്നാണ് ഇറാൻ കണക്ക് കൂട്ടുന്നത്. അതിനിടെ 45 ദിവസത്തേക്ക് കൂടി ലബനാൻ വെടിനിർത്തൽ നീട്ടിയെങ്കിലും കരാർ ലംഘിച്ച് ഇസ്രായേലിന്റെ ആക്രമണം അയവില്ലാതെ തുടരുകയാണ്. മാത്രമല്ല ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സൈനിക വിഭാഗം മേധാവി ഇസുദ്ദീൻ അൽ ഹദ്ദാദ് കൊല്ലപ്പെട്ടതായി ഹമാസ് സ്ഥിരീകരിക്കുകയാണ്. MCA നാസർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുകയാണ്. MCA, ആദ്യം ഹമാസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു കാര്യം, അവിടെ ഗസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഹമാസ് സൈനിക വിഭാഗം മേധാവി ഇസുദ്ദീൻ അൽ ഹദ്ദാദ് കൊല്ലപ്പെട്ടതായുള്ള സ്ഥിരീകരണം. അതെപ്പോഴാണ് ഹമാസ് സ്ഥിരീകരിച്ചത്? അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്? ബഹസ്, ഇന്നലെയാണ് ഇസ്രായേലിന്റെ വ്യാപകമായിട്ടുള്ള ആക്രമണം ഗസ സിറ്റിക്ക് നേരെ ഉണ്ടായത്. ആ ഗസ സിറ്റിക്ക് നേരെ നടന്ന ആക്രമണത്തിലാണ് തങ്ങളുടെ സൈനിക വിഭാഗം കമാൻഡർ ആയിരുന്ന ഇസുദ്ദീൻ അൽ ഹദ്ദാദ് കൊല്ലപ്പെട്ടതായിട്ട് അല്പം മുമ്പ് ഔദ്യോഗികമായി തന്നെ ഹമാസ് നേതൃത്വം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാരണം വർഷങ്ങളായി തന്നെ ഇതിന്റെ സൈനിക വിഭാഗത്തിന് വലിയ തോതിൽ മേൽനോട്ടം വഹിച്ചു വരികയും നിർണായകമായിട്ടുള്ള ഈ ഇസ്രായേലിന് നേർക്ക് നടന്ന ആക്രമണത്തിന്റെ കൃത്യമായിട്ടുള്ള സൂത്രധാരിൽ ഒരാളായിട്ട് ഇസ്രായേൽ വിലയിരുത്തിയ വ്യക്തി കൂടിയാണ് ഇസുദ്ദീൻ അൽ ഹദ്ദാദ്. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതായി ഇന്നലെ തന്നെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തിയിരുന്നു. ഇന്ന് അല്പം മുമ്പാണ് ഇപ്പോൾ ഹമാസ് നേതൃത്വവും ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ആയിരങ്ങൾ പങ്കെടുത്ത വിലാപയാത്രാ ചടങ്ങും ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഗസ സിറ്റിയിൽ നടന്നു. ഇത്തരം അരുംകൊലകൾ കൊണ്ടൊന്നും തന്നെ തങ്ങളുടെ പോരാട്ട വീര്യം അവസാനിപ്പിക്കുകയില്ല എന്നും കൂടുതൽ ശക്തമായി തന്നെ ശത്രുവിനെതിരെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും മറികടന്ന് തങ്ങൾ പൊരുതുമെന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് ഹമാസ് പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഈ കൊടും ക്രൂരതകൾ തുടരുകയും ഒരു ഭാഗത്ത് നയതന്ത്ര നീക്കങ്ങളും വെടിനിർത്തൽ കരാറുകളൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിലും വ്യാപകമായിട്ടുള്ള ആക്രമണ പരമ്പരകളാണ് പിന്നിട്ട മാസങ്ങളിൽ നടക്കുന്നത്. അതുകൊണ്ട് അതിലൂടെ നൂറുകണക്കിന് പലസ്തീനികളെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഈ ആക്രമണത്തെയും ഹമാസ് വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിപ്പോൾ ഇറാനെതിരായ നീക്കം, ആ നീക്കത്തിൽ അമേരിക്കൻ ഭരണകൂടത്തിൽ US ഭരണകൂടത്തിലുണ്ടായ കടുത്ത ഭിന്നതയാണ്. ആ ഭിന്നത മറനീക്കി പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ വലിയ മാധ്യമങ്ങൾ, അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെ വീണ്ടും ചർച്ചയ്ക്കുള്ള സന്നദ്ധത അമേരിക്ക അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള നിലപാട് ഇറാൻ ആവർത്തിക്കുകയാണ്. അപ്പോൾ പ്രതിസന്ധി ഇപ്പോൾ പൂർണ്ണമായും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളമാണ്. ആഭ്യന്തരമായി അവർക്കുണ്ടാകുന്ന ഭരണതലത്തിലുണ്ടാകുന്ന പ്രതിസന്ധി അത് തുടച്ചു നീക്കാൻ ട്രംപ് കുറച്ച് വിയർപ്പൊഴുക്കേണ്ടി വരും അല്ലേ MCA? തീർച്ചയായിട്ടും. കാരണം ചൈനയിലെ പര്യടനം പൂർത്തീകരിച്ച് ട്രംപ് മടങ്ങിയെത്തിയാൽ ഉടൻ തന്നെ ഇറാന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കും, തുടർ നടപടികൾ ഉണ്ടാകുമെന്നായിരുന്നു ആ യാത്ര പൂർത്തീകരിച്ച ഘട്ടത്തിൽ വൈറ്റ് ഹൗസും അതോടൊപ്പം തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും വ്യക്തമാക്കിയത്. പക്ഷെ അദ്ദേഹം തിരിച്ചെത്തി ട്രംപ് പലവട്ടം ചർച്ചകൾ നടന്നുവെങ്കിൽ പോലും വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പെന്റഗൺ വിഭാഗവും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ നേതൃത്വവും വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും വാദഗതികളുമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനിയൊരു ആക്രമണത്തിന് തുനിയുകയാണെങ്കിൽ അത് അമേരിക്കക്ക് ഒരുപക്ഷെ അപരിഹാര്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും. കാരണം ഇപ്പോൾ തന്നെയും ഊർജ്ജ മേഖലയിലും അതോടൊപ്പം തന്നെ ആഗോള സമ്പദ് രംഗത്തും വലിയ തോതിലുള്ള തിരിച്ചടികളാണ് ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടത് മൂലം രൂപപ്പെട്ടിരിക്കുന്നത്. അതിന് പിന്നാലെ ഒരു കരയുദ്ധത്തിലേക്കും മറ്റും നീങ്ങുകയാണെങ്കിൽ ഏത് വിധത്തിലായിരിക്കും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുക ചെറുത്തുനിൽപ്പ് എന്നത് സംബന്ധിച്ചും ഒരു കൃത്യതയിലെത്താൻ ഇതുവരെ പെന്റഗൺ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പരമാവധി ചർച്ചകളിലേക്ക് തന്നെ നീങ്ങുക, അതോടൊപ്പം നയതന്ത്ര പരിഹാര സാധ്യതകൾ തേടുക, പറ്റുമെങ്കിൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണ കൂടി ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തുക എന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും ഉയർന്നു വരുന്നതായിട്ടാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ്
വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ട് ചില സന്ദേശം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചതായിട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോ പാകിസ്ഥാന്റെ മധ്യസ്ഥരാജ്യം എന്ന നിലയ്ക്ക് പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി ഒട്ടും മുൻകൂട്ടി പ്രഖ്യാപിക്കാതെ ഒരു സന്ദർശനം ഇറാനിൽ നടത്തിയിട്ടുണ്ട്. ഇറാൻ നേതൃത്വവുമായി അദ്ദേഹം തിരക്കിട്ട കൂടിയാലോചനകൾ ഇന്ന് രാത്രി നടത്തിയിരിക്കുന്നത്. അത് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണോ ഈ ഒരു സന്ദർശനം എന്ന കാര്യത്തിൽ വ്യക്തമല്ല. പക്ഷെ എന്തായാലും നിലവിൽ ഈ അനൗപചാരിക സ്വഭാവത്തിലുള്ള ചർച്ച തുടരാൻ മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കയെയും ഇറാനെയും പ്രേരിപ്പിക്കുന്നുണ്ട്. രണ്ടു കൂട്ടരും ഏറെക്കുറെ ചർച്ചയിലേക്ക് തന്നെ വരാനുള്ള ഒരു സന്നദ്ധത അറിയിച്ചു എന്നാണ് മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ അറിയിക്കുന്നത്. പക്ഷേ ഇത് എത്ര കണ്ട് ഈ ചർച്ച മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ പോലും അവ്യക്തത തുടരുകയാണ്. മഹേഷ്, ശരി, ചർച്ചയ്ക്കുള്ള സാധ്യതകൾ അമേരിക്ക തന്നെ തുറന്നിടുന്നുണ്ട്, ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഹോർമുസിലെ കറന്റ് അവസ്ഥ, അവിടുത്തെ നിലവിലെ സാഹചര്യം, അത് US-ന്റെ സമ്പദ്ഘടനയ്ക്ക് വലിയ തളർച്ചയുണ്ടാക്കുമെന്ന് ഇറാൻ കണക്ക് കൂട്ടുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് ലെബനാനിൽ ഇപ്പോൾ 45 ദിവസത്തേക്ക് കൂടി അവിടെ വെടിനിർത്തൽ നീട്ടിയിട്ടുണ്ടല്ലോ. പക്ഷെ അതിനിടയിലും ഇസ്രായേലിന്റെ ആക്രമണം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇസ്രായേൽ തുടരെ ആക്രമണങ്ങൾ നടത്തുന്നു എന്നുള്ള വാർത്ത കൂടി ഉണ്ടല്ലോ MCA. മഹേഷ്, തീർച്ചയായിട്ടും. കാരണം ഈ ലെബനാനിലെ ആക്രമണം നിർത്തുക എന്നതും ഈ പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന്റെ അഭേദ്യമായിട്ടുള്ള ഒരു ഭാഗമാണ്. നേരത്തെ തന്നെ ഇറാനും അമേരിക്കയും തമ്മിൽ വെടിനിർത്തൽ കരാർ ഉണ്ടായ ഘട്ടത്തിലും ഇറാൻ നിർബന്ധം പിടിച്ചൊരു കാര്യം ലെബനാൻ ഉൾപ്പെടെ ഗസ ഉൾപ്പെടെ ആ പ്രദേശങ്ങളിലേക്ക് കൂടി ഈ വെടിനിർത്തൽ വ്യാപിപ്പിക്കണമെന്നായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കുറഞ്ഞ ദിവസത്തേക്കുള്ള വെടിനിർത്തൽ കരാർ ലെബനാനിൽ നിലവിൽ വന്നത്. പക്ഷേ വളരെ ഏകപക്ഷീയമായിട്ട് ഈ കരാറുകളും വ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ലെബനാൻ തലസ്ഥാന നഗരിയായിട്ടുള്ള ബെയ്റൂത്തിലേക്കും ദക്ഷിണ ലെബനാനിലേക്കും ആക്രമണങ്ങൾ തുടർന്നത്. നിരവധി പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യവും രൂപപ്പെട്ടു. ഇപ്പോൾ 45 ദിവസത്തേക്ക് അമേരിക്ക കൂടി മുൻകൈ എടുത്തുകൊണ്ട് ഒരു വെടിനിർത്തൽ കരാർ തത്വത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് നിലനിൽക്കെ തന്നെയാണ് ഇന്നും വ്യാപകമായിട്ടുള്ള ആക്രമണ പരമ്പരകളുമായിട്ട് ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ലെബനാനെ അസ്ഥിരപ്പെടുത്തുക എന്നത് മാത്രമല്ല, അല്ലെങ്കിൽ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന തങ്ങളുടെ പദ്ധതിയിലേക്ക് ചുവടുവെക്കുക എന്നത് മാത്രമല്ല, നിലവിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്കോ ഒരു കരാറിലേക്കോ വരുന്നതിനെ തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ള ആക്രമണ പരമ്പരകളുമായിട്ട് ഇറാൻ ലെബനാനിൽ മുന്നോട്ട് പോകുന്നത്. കാരണം ഇതിലൂടെ പ്രത്യക്ഷമായി തന്നെ ഇറാനെ കുറെ കൂടി പ്രകോപിപ്പിക്കാനും കടുത്ത നിലപാടിലേക്ക് പിന്തിരിപ്പിക്കാനും സാധിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു കണക്കുകൂട്ടുന്നതെന്ന വിമർശനവും ശക്തമാണ്. മഹേഷ്.